പാകിസ്ഥാനിൽ ട്രെയിനിൽ ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിച്ചതായി റിപ്പോർട്ട്. സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ 33 വിഘടനവാദികൾ കൊല്ലപ്പെട്ടുവെന്നും സൈന്യം അറിയിച്ചു. അതേസമയം BLA 21 യാത്രക്കാരെ വധിച്ചെന്നും സൈന്യം വ്യക്തമാക്കി. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാനിൽ ട്രെയിൻ റാഞ്ചുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. BLA തന്നെയാണ് ട്രെയിൻ തട്ടിയെടുക്കുന്നതിന്റെയും യാത്രക്കാരെ ബന്ദിയാക്കുന്നതിന്റെയും വീഡിയോ പുറത്തുവിട്ടത്. ട്രെയിൻ പോകുമ്പോൾ ട്രാക്കിൽ സ്ഫോടനം നടന്നതും തുടർന്ന് ഒളിഞ്ഞിരുന്ന BLA സായുധ സംഘം ജാഫർ എക്സ്പ്രസ് ട്രെയിനടുത്തേക്ക് ഇരച്ചെത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ട്രെയിൻ വളഞ്ഞ് യാത്രക്കാരെ പുറത്തിറക്കി ബന്ദികളാക്കുന്നതും പുറത്തുവന്ന വീഡിയോയിലുണ്ട്. റോഡോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്ത മലയിടുക്കിലാണ് ആക്രമണത്തിനായി BLA സംഘം തിരഞ്ഞെടുത്തത്. സൈനികർക്കോ മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലമാണിത്. 9 ബോഗികളുള്ള ട്രെയിനിൽ 450-ലധികം യാത്രക്കാരുണ്ടായിരുന്നു. ഇതിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 250-ലേറെ പേരെ നേരത്തെ തന്നെ വിട്ടയച്ചിരുന്നു. 50 അക്രമികളും ബന്ദികളിൽ ചിലരും കൊല്ലപ്പെട്ടുവെന്നാണ് സൂചന. ഏറ്റുമുട്ടലിൽ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ബന്ദികളാക്കപ്പെട്ട 300-ലേറെ പേരെ രക്ഷപ്പെടുത്തി. ബന്ദികളിൽ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്ന് വ്യക്തമല്ല. ചൊവ്വാഴ്ചയാണ് 450 യാത്രക്കാരുമായി പുറപ്പെട്ട് ജാഫർ എക്സ്പ്രസ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി റാഞ്ചിയത്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ബൊലാനിയിലെ ഒരു തുരങ്കത്തിനടുത്ത് വെച്ച് റെയിൽ പാളം തകർത്താണ് ട്രെയിൻ റാഞ്ചിയത്. ജയിലിലടയ്ക്കപ്പെട്ട വിഘടനവാദികളെ വിട്ടയക്കണമെന്നായിരുന്നു BLAയുടെ ആവശ്യം. ട്രെയിൻ തടഞ്ഞിട്ട ഭൂപ്രദേശത്തിന്റെ സവിശേഷത കാരണവും ഏറ്റുമുട്ടലും രക്ഷാപ്രവർത്തനവും സങ്കീർണമാണെന്ന് അധികൃതർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു.